1967 ഇറങ്ങിയൊരു മാങ്ക സീരീസായിരുന്നു 'ഡൊറോറോ'. വളരെ ഫേമസ് ആയ ഒരു മാങ്ക സീരീസാണ്. ഇതിന്റെ ഒരു ആനിമെ അഡാപ്റ്റേഷൻ പഴയ ഒരു ആനിമെ അഡാപ്റ്റേഷൻ ഉണ്ട്. എങ്കിലും 2019 ഇതിന്റെ ഒരു കുറച്ചുകൂടെ നല്ലൊരു ആനിമെ അഡാപ്റ്റേഷൻ ഇറങ്ങിയിരുന്നു. ഒരേ ഒരു സീസൺ മാത്രമാണ് ഇറങ്ങിയത്. 24 എപ്പിസോഡ്സ് ഉള്ള ഒരു ഫസ്റ്റ് സീസൺ. ഇതിന് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8.3 റേറ്റിംഗ് ഉണ്ട്. അപ്പം ഇതൊരു പഴയകാല ജാപ്പനീസ് പശ്ചാത്തലത്തിലുള്ള സാമുറായി പോലത്തെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു കഥയാണ്. ഡീമൻസ് ഒക്കെ ഉള്ളതാണ്. വളരെ നല്ല രസകരമാണ്. കാരണം കുറച്ചൊരു എന്താ പറയുന്നത് ഇമോഷണലൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ്. ഈ കഥ എന്ന് വെച്ചാൽ ഒരു രാജാവ് തൻ്റെ രാജ്യം സമൃദ്ധിയിലാകാൻ വേണ്ടി തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും എല്ലാ സെൻസ് ഓർഗൻസും സെൻസസും എല്ലാം അങ്ങനെ അയാൾ ഡീമൻസിന് നൽകും. അങ്ങനെ ഡീമൻസ് ആ കുട്ടിയെ സ്വയമേ അങ്ങ് എടുത്തുകൊണ്ട് ഇയാൾക്ക് സമൃദ്ധിയും രാജ്യത്തിന് നല്ല നല്ല കാര്യങ്ങൾ നൽകാൻ തുടങ്ങും. ഈ കൊച്ച് ജനിക്കുമ്പോൾ തന്നെ ഇതിന് സ്കിന്നില്ല, കണ്ണില്ല, വായില്ല, ചെവിയില്ല, അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിസ്ഫിഗേർഡായിട്ടാണ് ജനിക്കുന്നത്. അപ്പം ഈ കൊച്ചിനെ കൊണ്ട് കളയാൻ വേണ്ടി രാജാവ് ഉത്തരവിടുന്നു. കാരണം ഇതിനും ജീവിക്കത്തില്ല, ഇതിനും ജീവിച്ചാലും ജീവിക്കത്തില്ല എന്ന് ഉറപ്പുകൊണ്ട് ഇതിനെ കളയാൻ വേണ്ടി വിടുന്നു. പക്ഷെ ഇവിടെ നിന്നും നമ്മുടെ ആ ക്യാരക്ടർ, അതാണ് മെയിൻ, നമ്മുടെ ഒരു രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണ്, ഡൊറോറോയും ഹക്കിമാരും. ഈ കളയുന്ന കുട്ടിയാണ് ഹക്കിമാരു. ഹക്കിമാരു തിരികെ ജീവിച്ചു വരുന്നതാണ് കഥ. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കഥയുടെ പേരെന്തുകൊണ്ട് ഡൊറോറോ ഹക്കിമാരു എന്നത് ആക്കിയില്ല എന്ന് വെച്ചാൽ, ഡൊറോറോ എന്ന് പറയുന്നതും അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങളെ കഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെയെന്ന്. അപ്പം ഇതിൻ്റെ ഒരു 12ാമത്തെ എപ്പിസോഡ് വരെ എന്ന് വെച്ചാൽ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഓരോ സ്റ്റോറീസ് ഓരോ എപ്പിസോഡ്സും പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എങ്കിലും ആ ഒരു മെയിൻ സ്റ്റോറി ലൈനിൽ വളരെ നല്ല രസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു 12ാമത്തെ 13ാമത്തെ എപ്പിസോഡൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ഹൈപ്പ് കിട്ടും. ആ ഒരു നല്ല രസകരമായ ഒരു ഹൈപ്പ് കിട്ടും. കാരണം വളരെ രസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇത് ഞാൻ പറയുന്നത്, എടുത്തെടുത്ത് പറയുന്ന ആ ഒരു മിഡിലെത്തിയപ്പോൾ എനിക്ക് അത്രയും ഒരു നല്ല ഒരു ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്തു. പിന്നീട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സീരീസ് ആണെങ്കിൽ കുറച്ചൊരു സെയിം പാറ്റേൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം പാറ്റേൺ തന്നെ ഓരോ എപ്പിസോഡ്സും തോന്നും. അപ്പം കുറച്ചേറെ കഴിയുമ്പോൾ ചിലപ്പം ഓക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റബിൾ ആയിട്ടൊക്കെ തോന്നും. എങ്കിലും ആ മെയിൻ സ്റ്റോറി ലൈനിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഡൊറോറോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൊറോറോ കാണുക. വളരെ നല്ലൊരു സീരീസാണ് ഡൊറോറോ. ഇപ്പം ഫുൾ ലെങ്ത് വീഡിയോ അവൈലബിൾ ആണ് ഡൊറോറോയുടെ, യൂട്യൂബിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിറാക്കിളാണ്. സോ കേരളത്തിൽ എവിടെയും ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് വർക്ക്സ് മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സംരംഭമാണ് മിറാക്കിൾ. സോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജുകൾ അയച്ച് ഓർഡറുകൾ പ്ലേസ് ചെയ്യാനാണ്. നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫേഴ്സ്, കോംബോ ഓഫേഴ്സ് തരും എന്നാണ് പറഞ്ഞത്. സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ കാണുന്നതിന് വരെ ബൈ.